ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മളെ അനുമോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷും ഷാനവാസൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനെ വിളിക്കും. പുറത്തിറങ്ങിയ എന്തെങ്കിലും ബാഡായിട്ടുള്ള കാര്യങ്ങളാണോ, പുറത്തിറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിച്ചറിയും. ഷാനവാസ് മകനെ വിളിക്കും. പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഫ്രണ്ട്സിനെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോളാണ് ഭയങ്കരമാക്കിയത്. അനുമോൾ കരഞ്ഞു നിലവിളിച്ചു. പുറത്തിറങ്ങിയാൽ നിങ്ങൾ ആരെ വിളിക്കും എന്നതായിരുന്നു ബിഗ് ബോസിൻ്റെ ടാസ്ക്. അനുമോൾക്ക് ചെന്ന് നിന്ന് സംസാരിക്കാൻ പറ്റാതെ നിന്ന് കരയുകയാണ്. എന്നിട്ട് തിരിച്ചു വന്ന് ആദിലയോട് പറയുന്നുണ്ട് നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കരയണം. ഓരോരുത്തരും ഓരോ ഫ്രണ്ട്സിനെ വിളിക്കും. ആദിലൊക്കെ ഫ്രണ്ട്സിനെ വിളിക്കുന്നതന്നെ പറഞ്ഞത്. അപ്പോൾ അനുമോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വീണ്ടും വരികയാണ് അനുമോൾ. വീണ്ടും എല്ലാവരെയും കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്തോ അടിയത്, ഇതൊരു ടാസ്ക് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. പക്ഷേ അനുമോൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അനുമോൾ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു ഞാൻ അച്ഛനെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആതിരനെ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആര് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു തമാശയ്ക്ക്. നെവിൻ ചെന്നിട്ട് അവരെയും കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ തമാശ കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അനുമോൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും ഞാൻ അച്ഛനോടൊരു വാക്കേ ചോദിക്കുകയുള്ളൂ, അച്ഛൻ ഓക്കെ ആണോ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ ചേച്ചിയുടെ മോനെയാണ് വിളിക്കുക, ദേവനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ദേവൻ എന്നെ കുഞ്ഞാന്ന് വിളിക്കുന്ന ആ വിളിയൊന്ന് കേൾക്കണം, എന്തൊരു സൗന്ദര്യമാണെന്നറിയോ ആ വിളിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അത്രയും കരയാൻ കാരണം അച്ഛനൊരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ചെന്നിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുമോളെ സർജറി, മൂക്കിൻ്റെ സർജറിയും പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ തന്നെ അതും അച്ഛൻ്റെ സർജറിയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആരെ വിളിക്കുമെന്ന് ചോദിച്ചാൽ അനുമോൾ ഭയങ്കര ഭയങ്കര കരച്ചിലാണ്. എന്ത് പറഞ്ഞാലും കരയുന്നു. അതെന്താണെന്നറിയില്ല അനുമോൾക്ക് ഇത്രയും കരച്ചിൽ. ഒരു തൊട്ടാവാടി പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയുന്നില്ല എന്താ സംഭവം എന്ന്.